Unit 2 Macroeconomics Investment Function Part 1. Welcome to Wings Win Education. Accelerator theory of investment, flexible accelerator theory or lags in investment, profit theory of investment, Duesenberg's accelerator theory of investment, financial theory of investment, Jorgensen's neoclassical theory of investment, Tobin's theory of investment. ഇത്രയും പ്രധാനപ്പെട്ട 7 തിയറീസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. നമുക്ക് ഇവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാം. എക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എക്സലറേറ്റർ തിയറിയിൽ പറയുന്നത് ഔട്ട്പുട്ട്, ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തോ ഇൻക്രീസ് ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ടും എക്സ്പാൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ കാതൽ. ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിസയേർഡ് അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്കാണ്. ഈ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡിസയേർഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തെങ്കിൽ മാത്രമേ, ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്കിൽ വർധനവുണ്ടായെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് എക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. ഈ ഡിസൈഡ് അല്ലെങ്കിൽ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്കിനെ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ടാണ് എന്ത് ക്യാപിറ്റൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഫിക്സ്ഡ് ആയിരിക്കും. ആ ഫിക്സ്ഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെയാണ് വി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ആ ഫിക്സ്ഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയാണ് വി. ദെൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് is a constant proportion of output so that in any period t kt is equal to v/t എന്ന് പറയും. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും? ഔട്ട്പുട്ടും തമ്മിൽ ഒരു കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ സ്റ്റോക്കിനെയും ഔട്ട്പുട്ടിനെയും എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്ന പീരീഡിലെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു v/t എന്നുള്ളതായിരിക്കും. കെ ടി എന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക്, ടി എന്ന് പറയുന്ന പീരീഡിലെ ക്യാപിറ്റൽ സ്റ്റോക്കാണ് കെ ടി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോനെ കാണിക്കുന്ന ഫിക്സഡ് കോൺസ്റ്റന്റ് ആണ് വി എന്ന് പറയുന്നത്. വൈ ടി എന്താണ്? ഔട്ട്പുട്ട്. ടി എന്ന് പറയുന്ന പീരീഡിലെ ഔട്ട്പുട്ടാണ് വൈ ടി. ഈ കെയും വൈ ടിയും വി എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ തിയറിയിൽ. ഔട്ട്പുട്ടും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ എന്താണ്? ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ? ഇനി ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് എവിടെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യും. ക്യാപിറ്റൽ സ്റ്റോക്ക് ചേഞ്ച് വരുത്തിയാൽ ഔട്ട്പുട്ടിൽ അഫക്റ്റ് ചെയ്യും അല്ലേ? ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ലീഡ് ടു എ ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ സ്റ്റോക്ക്. ഔട്ട്പുട്ടിലെ ചേഞ്ച് എവിടെ കാണിക്കും? ക്യാപിറ്റൽ സ്റ്റോക്കിൽ കാണിക്കും. നോക്കാം, കെ ടി ഈസ് ഈക്വൽ ടു v/t എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇനി ക്യാപിറ്റൽ സ്റ്റോക്കിൽ ചേഞ്ച് വരുത്തി കെ ടി ടു കെ ടി മൈനസ് വൺ, കെ ടിയിൽ നിന്നും കെ ടി മൈനസ് വൺ ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് വി എന്ന് പറയുന്ന പ്രൊപ്പോർഷനിൽ എന്ത് ചേഞ്ച് ചെയ്യും? ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്തു. വൈ ടിയിൽ നിന്നും വൈ ടി മൈനസ് വൺ ആയിട്ട് ആരും ചേഞ്ച് ചെയ്തു? ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വിൽ ലീഡ് ടു എ ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ സ്റ്റോക്ക്. ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ക്യാപിറ്റൽ സ്റ്റോക്കിൽ റിഫ്ലക്ട് ചെയ്യും. ഇനി നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ് അല്ലേ? കെ ടിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ ആ ചേഞ്ച് എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. അഡീഷൻ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കെ ടി മൈനസ് വൺ എന്നുള്ള ക്യാപിറ്റൽ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ചേഞ്ചിനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് വൈ ടി മൈനസ് വൈ ടി മൈനസ് വൺ അല്ലേ? വൈ ടി അല്ലെങ്കിൽ വൈ ടി ടു വൈ ടി മൈനസ് വൺ എന്നുള്ളതാണ്. വൈ ടിയിൽ നിന്നും വൈ ടി മൈനസ് ആയിട്ട് എന്ത് ചേഞ്ച് ചെയ്തു? പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഐ എൻ ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ കെ ടി ടു കെ ടി മൈനസ് വൺ ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ വൈ ടി അല്ലേ? വൈ ടിയിൽ വന്നിട്ടുള്ള ചേഞ്ചിനെയാണ്, ചേഞ്ച് ഇൻ വൈ ടി ആണ് ഡെൽറ്റ വൈ ടി എന്നുള്ളത് അറിയപ്പെടുന്നത്. ഇവിടെ
ഡെൽറ്റ വൈ ടി എന്ന് പറയുന്നത് എന്താണ്? വൈ ടി ടു വൈ ടി മൈനസ് വൺ, വൈ ടിയിൽ നിന്നും വൈ ടി മൈനസ് വൺ ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തതിനെയാണ് ഡെൽറ്റ വൈ ടി എന്നുള്ളതായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഐ എൻ ടി ഇസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? ഐ എൻ ടി എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെയാണ് ഐ എൻ ടി ഇസ് ഈക്വൽ ടു കെ ടി ടു കെ ടി മൈനസ് വൺ ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ വൈ ടി എന്നുള്ളതിനെയാണ് നൈവ് ആക്സിലറേറ്റർ എന്നറിയപ്പെടുന്നത്. ഈ ഇക്വേഷനെയാണ് നൈവ് ആക്സിലറേറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കുക നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ആണ് അല്ലെ. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ വൈ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഫോർ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു ബി എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് മസ്റ്റ് ഇൻക്രീസ്. ഔട്ട്പുട്ട് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലും എന്തുണ്ടാവും? ഇൻക്രീസ് ഉണ്ടാവും. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്താൽ എന്തുണ്ടാവും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അഡീഷൻ ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ് അല്ലെ. ക്യാപിറ്റൽ സ്റ്റോക്കിൽ ചേഞ്ച് വരികയാണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടിയാൽ അതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്പുട്ടിലും ഇൻക്രീസ് ഉണ്ടാവും. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ നിന്നും കുറയുന്നതാണ്. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുന്നതിനെയാണ് മൈനസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ടിലും എന്തുണ്ടാവും? ഡിക്രീസ് സംഭവിക്കും. ഇതാണ് എക്സലറേറ്റർ തിയറി. ഇനി ഇതിനെ നമുക്കൊന്ന് ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാം. ഇത് തിയറിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ലോവർ പോർഷനും അപ്പർ പോർഷനും ഉണ്ട്. ലോവർ പോർഷൻ്റെയും അപ്പർ പോർഷൻ്റെയും എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. ടൈമാണ് മെഷർ ചെയ്യുന്നത്. രണ്ട് ലോവർ പീരീഡിലും അപ്പർ സെക്ഷനിലും ലോവർ സെക്ഷനിലും എന്താണ്? ടൈമാണ് എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. ലോവർ സെക്ഷൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ വെർട്ടിക്കൽ ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അപ്പർ സെക്ഷൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ ഔട്ട്പുട്ടുമാണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ T+4 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ വൈ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി T+4 to T+6 വരെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിക്രീസിങ് റൈറ്റിൽ വളരെ കുറഞ്ഞ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. T+4 വരെ ഇൻക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. ആഫ്റ്റർ T+4 അപ് ടു T+6 ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് എൻ ഡിക്രീസിങ് റൈറ്റ്. ഇനി T+6 ശേഷം T+6 എന്ന് പറയുന്ന ടൈം പീരീഡിന് ശേഷം ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്രീസിങ് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇനി നോക്കാം, ഇതാണ് ഔട്ട്പുട്ടിൻ്റെ കേസ് പറഞ്ഞത്. ഔട്ട്പുട്ടിൻ്റെ കേസ് T+1 to T+4 ഔട്ട്പുട്ട് കർവ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റൈറ്റ്. ആഫ്റ്റർ T+4 ആൻഡ് അപ് ടു T+6, T+4 to T+6 output curve increasing at an decreasing rate. After T+6 output curve start declining. After T+6 time period output curve starts declines. നോക്കാം. ഇനി T+4 വരെ താഴെ ലോവർ സെഷനിൽ കൊടുത്തിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കർവ് എങ്ങനെയാണ്? T+4 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ ഔട്ട്പുട്ട് കർവിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വളരെ ഉയർന്ന തോതിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആണല്ലോ. ഔട്ട്പുട്ട് ഇൻക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി T+4 മുതൽ T+6 വരെ ഔട്ട്പുട്ട് കർവ് എന്താണ്? ഡിക്രീസിങ് റൈറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, വളരെ കുറഞ്ഞ തോതിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിക്ലൈനിങ് സംഭവിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിൽ ഡിക്ലൈനിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഡിക്രീസിങ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ T+6 ഔട്ട്പുട്ട് കർവ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്, ഡിമിനിഷിങ് ചെയ്യുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ T+6 ഔട്ട്പുട്ട് കർവ് ഈസ് ഡിമിനിഷിങ്. ദാറ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് കർവിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വളരെ
വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിന് ശേഷം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീട് എന്താവുന്നുണ്ട്, സീറോ ആവുന്നുണ്ട്. അതിനുശേഷം നെഗറ്റീവിലേക്കും പോകുന്നുണ്ട്. നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസിയും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കർവ് കാണിക്കുന്നുണ്ട്. ക്യാപിറ്റൽ സ്റ്റോക്കും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ സ്റ്റോക്ക് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്ത് വരുത്തേണ്ടതുണ്ട്, മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഈ ഒരു സിമ്പിൾ അക്സലറേറ്റർ പ്രിൻസിപ്പിൾ ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യൻസ് ഓഫ് പ്രൊഡക്ഷൻ അസംഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ അക്സലറേറ്റർ പ്രിൻസിപ്പിളിൻ്റെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എന്താണ് ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഫിക്സ്ഡ് ആയിട്ടുള്ള കോഫിഷ്യൻസ് ആണ് ഉണ്ടാവുന്നത്. നമ്മൾ വി എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കണ്ടിരുന്നു അല്ലേ? അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്, ഫിക്സ്ഡ് ആണ്. ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് വരുത്തണം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്യാപിറ്റലിലും ചേഞ്ച് വരുത്തേണ്ടി വരും. അതിനെയാണ് ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യന്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ്ഡ് ടെക്നിക്കൽ കോഫിഷ്യൻസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഈ ഫിഗറിൽ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്യാപിറ്റലും വൈ ആക്സിസിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ ലാബറുമാണ് കൊടുത്തിട്ടുള്ളത്. Y1 എന്ന് പറയുന്ന ഐസോകോയിൻസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത്. Y1 എന്ന് പറയുന്ന ഐസോകോയിൻസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത്. ദ ഫേം പ്രൊഡ്യൂസസ് Y ഔട്ട്പുട്ട്. K എന്ന് പറയുന്ന ക്യാപിറ്റൽ കൊണ്ട് Y എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഫേമിന് ഔട്ട്പുട്ട് Y1 ആയിട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, K1 ആയിട്ട് അല്ലെങ്കിൽ K' ആയിട്ട് K1 ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വരുത്തുന്നുവോ അതിനനുസരിച്ച് ക്യാപിറ്റലിലും ഇൻക്രീസിങ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് വരുത്തണോ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ക്യാപിറ്റലിലും ചേഞ്ച് വരുത്തേണ്ടി വരും. OR എന്ന് പറയുന്ന റേ കാണിക്കുന്നത് എന്താണ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ്. കാരണം ഔട്ട്പുട്ടിലെ ചേഞ്ചും ക്യാപിറ്റലിലെ ചേഞ്ചും സെയിം ആയിരിക്കും. നമ്മൾ ഔട്ട്പുട്ട് എമ്മിൽ നിന്നും N ആയിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എന്ത് ചെയ്തു, Kയിൽ നിന്നും K1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് MN ഈസ് ഈക്വൽ ടു K1 എന്നുള്ളതായിരിക്കും. K1 എത്രയാണോ അത്ര തന്നെ ആയിരിക്കും MN എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലെ ചേഞ്ച് ആണ്. ഈ ഔട്ട്പുട്ടിലെ ചേഞ്ചും ക്യാപിറ്റലിലെ ചേഞ്ചും എന്താണ്, സെയിം ആണ്. അതായത് ഔട്ട്പുട്ട് ഡബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കും എന്ത് ചെയ്യേണ്ടി വരും, ഡബിൾ ചെയ്യേണ്ടി വരും. ഔട്ട്പുട്ട് ട്രിപ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കും ട്രിപ്പിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ സിമ്പിൾ അക്സലറേറ്റർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക, സിമ്പിൾ അക്സലറേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫാക്ടർ പ്രൈസ് റേഷ്യോ റിമെയിൻ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലിന്റെ അസംഷൻ വെച്ചിട്ട് സിമ്പിൾ അക്സലറേറ്റർ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്, സിമ്പിൾ അക്സലറേറ്റർ തിയറി പറയുന്നത്. ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്ത് മാറ്റം വരുത്തുന്നുവോ അതെല്ലാം എന്തിൽ റിഫ്ലക്ട് ചെയ്യും, ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യും. ഇവ രണ്ടും എന്ത് റിലേഷനാണ്, പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്താൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഇൻക്രീസ് നടത്തേണ്ടി വരും. ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്ര ഇൻക്രീസിങ് നടത്തിയോ അതേ ഇൻക്രീസിങ് തന്നെയായിരിക്കും ഔട്ട്പുട്ടിലും വരുന്നത്. ഇതാണ് ഈ ഒരു തിയറി. ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെക്കൻഡ് തിയറിയാണ് ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി ഓർ ലാഗ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ സിമ്പിൾ അക്സലറേറ്റർ തിയറി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അതിൽ നിന്നും മാറിയിട്ട് മറ്റൊരു ഘടകം കൂടെ, മറ്റൊരു ഫാക്ടറും കൂടെ ഈ ഒരു സിമ്പിൾ അക്സലറേറ്റർ തിയറിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് സിമ്പിൾ അക്സലറേറ്റർ തിയറിയുടെ മെയിൻ വീക്ക്നെസ് ആയിരുന്നു, ഒരു സിമ്പിൾ അക്സലറേഷൻ പ്രിൻസിപ്പിളിലെ അല്ലെങ്കിൽ സിമ്പിൾ അക്സലറേഷൻ തിയറിയിലെ മെയിൻ വീക്ക്നെസ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്റ്റോക്ക് ഒപ്റ്റിമലി അഡ്ജസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു അസംഷന് മറികടന്നുകൊണ്ട്, അതിനെ ആ ഒരു വീക്ക്നെസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി വന്നിട്ടുള്ളത്. അതായത് സിമ്പിൾ അക്സലറേഷൻ തിയറി പ്രകാരം, സിമ്പിൾ അക്സലറേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, ഇൻക്രീസ് ചെയ്യപ്പെടും. ഔട്ട്പുട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താവും, ക്യാപിറ്റൽ സ്റ്റോക്ക് ഒപ്റ്റിമത്തിലെത്തും. ഔട്ട്പുട്ട്
കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയും എന്നുള്ളതായിരുന്നു സിമ്പിൾ അക്സലറേഷൻ പ്രിൻസിപ്പിളിൻ്റെ ഒരു സമ്മറി. പക്ഷേ ഇങ്ങനെ ഔട്ട്പുട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്യാപിറ്റൽ സ്റ്റോക്ക് ഒപ്റ്റിമലി പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറിയിൽ പറയുന്നത്. ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി പ്രകാരം എന്താ പറയുന്നത്, ഔട്ട്പുട്ടിൻ്റെ തോതനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ക്യാപിറ്റൽ സ്റ്റോക്കിൽ വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയില്ല. അതിന് കാരണം ടൈം ലാഗാണ്. ടൈം ലാഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ പ്രവർത്തിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചില ലാഗ്സ് നിലനിൽക്കുന്നുണ്ട്. ഔട്ട്പുട്ടും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ അവയ്ക്കിടയിൽ ഒരു ലാഗ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന വർധനവിനനുസരിച്ച് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറീനെ ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ എന്നും പറയുന്നുണ്ട്. ഈ ഒരു ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറിയുടെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡൽ. അപ്പോൾ ചെനറി, ഗുഡ്വിൻ, കോയ്ക്ക്, ജുനങ്കർ ഇതുപോലുള്ള ഒരുപാട് ഇക്കണോമിസ്റ്റുകൾ ഈ ഒരു ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ പല വേർഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി. അപ്പോൾ കോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ നോക്കുന്നത്. ഇത് ഔട്ട്പുട്ടും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ അവയ്ക്കിടയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, ഒരു ലാഗ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ലാഗിനെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി ആദ്യം ഒരു ഫേമിൻ്റെ കേസിലാണ് കോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കോയ്ക്ക് ഒരു ഫേമിനെ അനലൈസ് ചെയ്തിട്ടാണ് ആദ്യം ഫ്ലെക്സിബിൾ അക്സലറേറ്റർ തിയറി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അഗ്രിഗേറ്റ് ലെവലിലേക്ക് ഈ ഒരു തിയറിയെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് പ്രകാരം നമുക്ക് ഒരു ഫേമിന് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണം, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ സിമ്പിൾ അക്സലറേറ്റർ തിയറി പ്രകാരം ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് മതി, ഔട്ട്പുട്ട് വർദ്ധിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റം വരുത്തിയാൽ മതി, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ കോയ്ക്ക് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള തടസ്സമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, തടസ്സമുണ്ട്. ആ തടസ്സമാണ് ലാഗ്സ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കും തോറും ക്യാപിറ്റൽ സ്റ്റോക്ക് വളരെ പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒപ്റ്റിമത്തിൽ എത്തിപ്പിക്കാൻ കഴിയില്ല. കാരണം ലാഗ്സ് കാരണമാണ്. ഈ ഒരു ഔട്ട്പുട്ടിനനുസരിച്ച് ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്തത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലാഗ്സ് കാരണമാണ്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 ലാഗ്സ് ആണ് നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ് ലാഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ്, ഫിനാൻഷ്യൽ ലാഗ് ആൻഡ് ഡെലിവറി ലാഗ്. ഇങ്ങനെ 4 തരത്തിലുള്ള ലാഗ്സ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ച് ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുന്നതിന് ഉണ്ടാവുന്നത്. ഈ ലാഗ്സ് കാരണം ഔട്ട്പുട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനാവുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്കിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ആദ്യം ഔട്ട്പുട്ട്, ഒരു ഫേമിനെ സംബന്ധിച്ച് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യും, അവിടെ നിലനിൽക്കുന്ന ഇൻവെൻ്ററീസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഔട്ട്പുട്ടിനെ വർദ്ധിപ്പിക്കാൻ നോക്കും. ഇൻവെൻ്ററീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീണ്ടും അത് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് എത്രത്തോളം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യം ഇൻവെൻ്ററീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെന്ത് ചെയ്യും, ക്യാപിറ്റൽ സ്റ്റോക്ക് പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ക്യാപിറ്റൽ സ്റ്റോക്ക്, എൻ്റർപ്രണേഴ്സിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ വീണ്ടും അതിൻ്റെ മുകളിലേക്കും ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് കൂടുകയും ഔട്ട്പുട്ട് ആവശ്യപ്പെടുകയും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ക്യാപിറ്റൽ സ്റ്റോക്കിൽ വലിയൊരു വർധനവ് നടത്തേണ്ടി വരും. ഈ വർധനവ് എന്ത് ചെയ്യുന്നില്ല, വളരെ പെട്ടെന്ന് സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ലോങ് ടൈം എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാപിറ്റൽ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയും. അതിന് കാരണമാണ് ഡിസിഷൻ മേക്കിംഗ് ലാഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ് ആൻഡ് ഫിനാൻഷ്യൽ ലാഗ് ആൻഡ് ഡെലിവറി ലാഗ്. ഈ 4 ലാഗ്സ് കാരണം ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ആദ്യം സംഭവിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ലാഗാണ്. കാരണം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ആദ്യം ഇൻവെൻ്ററീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും, ചെറിയ ക്യാപിറ്റൽ സ്റ്റോക്കൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വലിയൊരു ഹ്യൂജ് ക്യാപിറ്റൽ സ്റ്റോക്ക് അവിടെ ആവശ്യമാണ് എന്ന് വരുന്നത്. ഈ ഒരു ഡിസിഷൻ എടുക്കാൻ അവിടെ
വരുന്നുണ്ട്, ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ഔട്ട്പുട്ട് ഇന്ന് ആവശ്യപ്പെട്ടാൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഹ്യൂജ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ഡിസിഷൻ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്പുട്ടിൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ ഇടയിൽ ഫസ്റ്റ് വരുന്നുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് ലാഗ് വരുന്നുണ്ട്. അതാണ് ഡിസിഷൻ മേക്കിംഗ് ലാഗ്. ഔട്ട്പുട്ട് വേണം, ഔട്ട്പുട്ട് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വേണം, ആ ഔട്ട്പുട്ടിനെ മീറ്റ് ചെയ്യുന്നതിനുള്ള ക്യാപിറ്റൽ സ്റ്റോക്ക് വേണം എന്നുള്ള ആ ഒരു ഡിസിഷനിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അതാണ് ചെറുതാവട്ടെ വലുതാവട്ടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതാണ് ഡിസിഷൻ മേക്കിംഗ് ലാഗ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ക്യാപിറ്റൽ ഓർഡർ ചെയ്യണം അല്ലേ, നമ്മൾ ക്യാപിറ്റൽ അന്വേഷിച്ച് സെർച്ച് ചെയ്ത് നടക്കണം. അതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ് എന്ന് അറിയപ്പെടുന്നത്. ക്യാപിറ്റൽ ഓർഡർ ചെയ്യുന്നതിനുള്ള ലാഗാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്ത് ചെയ്യുന്നില്ല, ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഈ ഒരു ക്യാപിറ്റൽ കണ്ടെത്തണം അല്ലേ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഈസിലി അവൈലബിൾ ആവണമെന്നില്ല, അവിടെ അബൻഡൻ്റ് ആവണമെന്നില്ല. ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലൊന്നും വളരെ പെട്ടെന്ന് തന്നെ അബൻഡൻ്റ് ആവണം, അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ ആ ഒരു അവൈലബിലിറ്റിയുടെ ഇടയിൽ ഒരു ലാഗ് വരുന്നുണ്ട്, അതാണ് ഫിനാൻഷ്യൽ ലാഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഇങ്ങനെ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ അടുത്ത് എത്തുന്നത് വരെ ഒരു ഡെലിവറി ലാഗും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ബാങ്കിൽ പോയിട്ട് അത് ലോണൊക്കെ സാങ്ഷൻ കിട്ടിയിട്ട് നമ്മളെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡെലിവറി ലാഗും കൂടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ലാഗ്സ് ആണ് അവിടെ നിലനിൽക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് ലാഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ്, ഫിനാൻഷ്യൽ ലാഗ്, ഡെലിവറി ലാഗ്. ഔട്ട്പുട്ട് വർദ്ധിക്കും തോറും ഔട്ട്പുട്ടിനനുസരിച്ച് ക്യാപിറ്റൽ വേണമെന്നുള്ള ഒരു തീരുമാനം എത്തുമ്പോഴേക്കും അവിടെ ഒരു ലാഗ് വരുന്നുണ്ട്, അതാണ് ഡിസിഷൻ മേക്കിംഗ് ലാഗ്. ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റൽ ഓർഡർ ചെയ്യുന്നതിനുള്ള ലാഗാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിലെത്തി അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ അത് ഈസിലി അവൈലബിൾ ആവണമെന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ അവൈലബിൾ ആവണമെന്നില്ല, ആ ഒരു ലാഗാണ് ഫിനാൻഷ്യൽ ലാഗ് എന്ന് പറയുന്നത്. ദെൻ ഡെലിവറി ലാഗ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ക്യാപിറ്റൽ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ അടുത്തേക്ക് ഡെലിവറി ആയിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ എത്തുന്നതിന് വരെയുള്ള ആ ഒരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഒരു ലാഗ് ഉണ്ട്, അതാണ് ഡെലിവറി ലാഗ് എന്ന് പറയുന്നത്. ഈ എല്ലാ ലാഗും കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്പുട്ട് മീറ്റ് ചെയ്യാൻ കഴിയും. അതാണ് വളരെ ഔട്ട്പുട്ട് വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്ക് ഒപ്റ്റിമത്തിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ചില ലാഗുകൾ സംഭവിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് കിട്ടി, പിന്നെ ഈ ഒരു ലാഗിൻ്റെ നീളം അനുസരിച്ചായിരിക്കും എത്ര പെട്ടെന്നാണ് ഇത് മീറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നത്. ഇനി നമുക്കിത് ഗ്രാഫിക്കലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഫിഗറിൽ T0 എന്ന് പറയുന്ന ടൈം പീരീഡ് വരെ എന്താണ്, ഫിക്സ്ഡ് റിലേഷനാണ് ക്യാപിറ്റൽ സ്റ്റോക്കും ലെവൽ ഓഫ് ഔട്ട്പുട്ടും തമ്മിൽ ഉള്ളത് അല്ലേ. T0 എന്ന് പറയുന്നത് ഇതാണ്, K എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ കാണിക്കുന്നത്, Y എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ടിനെ കാണിക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ പിന്നീട് നോക്കുക, ഔട്ട്പുട്ട് ഈ ഒരു T0 എന്നുള്ള ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു, പക്ഷെ ക്യാപിറ്റലോ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നില്ല അല്ലേ. ഈ K# ഇതാണ്, K* ആണ് എന്ത് കാണിക്കുന്നത്, നമ്മുടെ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് കാണിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, ഔട്ട്പുട്ടിൻ്റെ ഡിമാൻഡ് വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നില്ല. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഈ ഒരു ടൈം പീരീഡ് വരെയും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അതിന് കാരണം എന്താണ്, ഈ ഒരു ലാഗ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് ഫ്ലെക്സിബിൾ എക്സലറേറ്റർ തിയറി എന്ന് പറയുന്നത്. ലാഗ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം ആ ഒരു എക്കോണമിയിൽ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഔട്ട്പുട്ടിനനുസരിച്ച് ക്യാപിറ്റൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് തിയറിയാണ്, തേർഡ് തിയറിയാണ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു തിയറിയാണ് പ്രോഫിറ്റ്സ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഫ്ലെക്സിബിൾ എക്സലറേറ്റർ തിയറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സിമ്പിൾ എക്സലറേറ്റർ തിയറിയുടെ എല്ലാ വീക്ക്നെസ്സസും മേജറായിട്ടുള്ള വീക്ക്നെസ്സസ് റിമൂവ് ചെയ്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ എക്സലറേറ്റർ തിയറി നിലവിൽ വന്നിട്ടുള്ളത്. ഇനി പ്രോഫിറ്റ് തിയറിയിൽ പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻറ്റേർണൽ സോഴ്സ് ആണ്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പ്രോഫിറ്റിൽ നിന്നുമാണ്. പ്രോഫിറ്റാണ് എന്തിലേക്ക് നയിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഫിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻ ടേൺ ഡിപ്പെൻഡ്സ് ഓൺ ഇൻകം. ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റിലേക്ക് നയിക്കുന്നത്, പ്രോഫിറ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് പിന്നീട് എന്ത് ചെയ്യും, ഡിപ്പെൻഡ്സ് ഓൺ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രോഫിറ്റ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിലേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റും പ്രോഫിറ്റും തമ്മിലുള്ളത്. പ്രോഫിറ്റിൽ നിന്നുമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്
ഉണ്ടാവുന്നത്. ഇനി ഈ തിയറി പ്രകാരം പ്രോഫിറ്റ് ലെവൽ ഓഫ് കറന്റ് പ്രോഫിറ്റിനെയും റീസെന്റ് പാസിലുള്ള പ്രോഫിറ്റിനെയും ഒക്കെ ബന്ധപ്പെട്ടിരിക്കും. കാരണം ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ പ്രോഫിറ്റ്സ് ആർ ഹൈ ആണെങ്കിൽ, ടോട്ടൽ ഇൻകവും ടോട്ടൽ പ്രോഫിറ്റ്സും ഹൈ ആണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറന്റ് പ്രോഫിറ്റും റീസെന്റ് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ്? റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ നെറ്റ് പ്രോഫിറ്റിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഡിവിഡൻസ് എല്ലാം പേ ചെയ്തതിന് ശേഷം ആ ഒരു കമ്പനി ബാക്കി നിൽക്കുന്ന, ആ ഒരു കമ്പനിയിൽ ഒരു ഫേമിൽ ബാക്കി നിൽക്കുന്ന പ്രോഫിറ്റ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ ആ കമ്പനിക്ക് യൂസ് ചെയ്യാവുന്ന പ്രോഫിറ്റ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകവും ടോട്ടൽ പ്രോഫിറ്റും ഒക്കെ ഹൈ ആണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം പ്രോഫിറ്റിൽ നിന്നുമാണല്ലോ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും ഹൈ ആയിരിക്കും. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സ് ഹൈ ആണെങ്കിൽ തിരിച്ച് ടോട്ടൽ പ്രോഫിറ്റും ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കറന്റ് പ്രോഫിറ്റ് മാത്രമല്ല, കറന്റ് പ്രോഫിറ്റും അതിൻ്റെ കൂടെ റീസെന്റ് പാസ്റ്റിലെ പ്രോഫിറ്റും എല്ലാം ആഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ തിയറിയിലെ പ്രോഫിറ്റ് അതാണ്. അതൊക്കെ ബന്ധപ്പെട്ടിട്ടിരിക്കും പ്രോഫിറ്റിന്റെ ഒരു നില. ഇപ്പോൾ പ്രോഫിറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ഹൈ ആയിരിക്കും. റീറ്റെയിൻഡ് ഏർണിങ്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റും ഹൈ ആയിരിക്കും. പ്രോഫിറ്റ്സ് ആർ ഹൈ അല്ലെ, പ്രോഫിറ്റ് ഹൈ ആണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഫേം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ എല്ലാം വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാവും. കാരണം പ്രോഫിറ്റ് ഹൈ ആണ്. മുമ്പത്തേക്കാളും പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രസൻറ്റിൽ കിട്ടുന്നുണ്ട്. പാസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും പ്രസൻറ്റിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റ് കൂടുതലായത് കാരണം തന്നെ അവർക്ക് കിട്ടുന്ന അവരുടെ പ്രോഫിറ്റ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഇതിലേക്ക് തന്നെ, ഈ ഒരു ഫേമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്യാപിറ്റൽ സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റ്, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അവർ ഒരിക്കലും എന്തിന് റെഡി ആവില്ല? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവർ റെഡി ആവില്ല. കാരണം അതിനേക്കാളൊക്കെ മുകളിലായിട്ടുള്ള ലാഭം അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഒരു ഫേമിൽ നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ഫേം ലാഭത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റിന്റെ അത്രയും പ്രോഫിറ്റ് പ്രസന്റിൽ കിട്ടുന്നില്ല, അതിനർത്ഥം എന്താണ്? പ്രോഫിറ്റ് ഈസ് ഡിക്ലൈനിങ് അല്ലെ, പ്രോഫിറ്റ് ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ എക്സ്പെക്ടേഷൻ പ്രകാരം എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ ഈ പ്രസന്റിനേക്കാളും കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരെ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് ഒന്നും നടത്തില്ല. അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? വീണ്ടും പുതുതായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കൊണ്ടുപോയിട്ടിടും, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, മറ്റു സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയൊക്കെ വാങ്ങും. എങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഫോളോയിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഹൈ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ്സ് എന്തായിട്ട് മാറും? പ്രോഫിറ്റ്സ് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് മാറും. പ്രോഫിറ്റ്സ് ഈസ് ഹൈ, ദെൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് വിൽ occur എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് വേർഷൻ. ഇനി ദിസ് ഈസ് എ ലിക്വിഡിറ്റി വേർഷൻ ഓഫ് ദി പ്രോഫിറ്റ് തിയറി. ഈ ഒരു വേർഷനെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുന്തോറും ഇൻവെസ്റ്റ്മെന്റ്സ് കൂടും, അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് എല്ലാം വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് മാറും എന്നുള്ളതിനെയാണ് ലിക്വിഡിറ്റി വേർഷൻ ഓഫ് ദി തിയറി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മറ്റൊരു വേർഷനും കൂടെ ഇതിലുണ്ട്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. ഒരു ഫേം എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എന്താണോ അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്കിനെ വിലയിരുത്തപ്പെടുന്നത്. കാരണം എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? റീസെന്റ് പാസ്റ്റിലെ പ്രോഫിറ്റിനനുസരിച്ചായിരിക്കും എക്സ്പെക്ടേഷൻ വരുന്നത് അല്ലേ. പ്രസൻറ്റിൽ ഇപ്പോൾ 2021 ഹയസ്റ്റ് ലാഭം ഉണ്ടാക്കിയ ഒരു കമ്പനീനെ സംബന്ധിച്ച്, ഒരു ഫേമിനെ സംബന്ധിച്ച് 2022 എത്തുമ്പോൾ എന്തായിരിക്കും? ഹയസ്റ്റ് ലാഭം ഉണ്ടാകണം എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? ഹയസ്റ്റ് ലാഭം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം പ്രസൻറ്റിൽ എന്താണ്? ഇനി നല്ലൊരു ലാഭം, നല്ലൊരു പൊസിഷനിലാണ് കമ്പനി നിൽക്കുന്നത്, ഫേം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിലും എന്തായിരിക്കും? നല്ലൊരു ലാഭം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ സ്റ്റോക്ക് ആ ഒരു ലാഭത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ക്യാപിറ്റൽ സ്റ്റോക്കിൽ എന്ത് നടത്തുന്നത്? ഇൻക്രീസിങ് നടത്തുന്നത്. That is why profits are some function of actual profits in the past. ആ പാസ്റ്റിലെ ആക്ച്വൽ പ്രോഫിറ്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ക്യാപിറ്റൽ സ്റ്റോക്ക് വരുന്നത്. കാരണം പാസ്റ്റിൽ നല്ല പ്രോഫിറ്റ് ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യപ്പെടും? ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കും. ഇനി നല്ലൊരു
പാസ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനനുസരിച്ച് ക്യാപിറ്റൽ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വൈ പ്രോഫിറ്റ്സ് ആർ സം ഓഫ് ഫംഗ്ഷൻ ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ്സ് ഇൻ ദി പാസ്റ്റ് ദാറ്റ് ഡിനോട്ട്സ് KT ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പൈ ടി മൈനസ് 1. KT എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ആണ്. ദെൻ പൈ ടി മൈനസ് 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പൈ ടി മൈനസ് 1. പാസ്റ്റ് ആക്ച്വൽ പ്രോഫിറ്റ്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് പൈ ടി മൈനസിനെ കണക്കാക്കുന്നത്. അതായത് പാസ്റ്റിലെ പ്രോഫിറ്റ് എന്താണോ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ സ്റ്റോക്ക് നടത്തുന്നത്. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരാളുടെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ്. ആ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പാസ്റ്റിലെ പ്രോഫിറ്റ് നോക്കിയിട്ടാണ് എക്സ്പെക്റ്റേഷൻ വരുന്നത്. പാസ്റ്റിൽ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. Okay, ഇനി എഡ്വേർഡ് ഷാപ്പിറോ ഹാസ് ഡെവലപ്ഡ് ദി പ്രോഫിറ്റ് തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വിച്ച് ടോട്ടൽ പ്രോഫിറ്റ്സ് വാരി ഡയറക്ട്ലി വിത്ത് ദി ഇൻകം ലെവൽ. ഇൻകം ലെവലിനെ ഡയറക്ട്ലി ആയിട്ടാണ് ടോട്ടൽ പ്രോഫിറ്റ്സ് വാരി ചെയ്യുന്നത്. ടോട്ടൽ പ്രോഫിറ്റ്സ് വാരീസ് ഡയറക്ട്ലി വിത്ത് ദി ഇൻകം ലെവൽ. ഇൻകം കൂടുന്തോറും പ്രോഫിറ്റ്സ് എന്ത് ചെയ്യും, കൂടും. ഇൻകം കുറയും തോറും പ്രോഫിറ്റ്സ് കുറയും എന്നുള്ള ഒരു തിയറിയാണ് ആര് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, എഡ്വേർഡ് ഷാപ്പിറോ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈച്ച് ലെവൽ ഓഫ് പ്രോഫിറ്റിൽ ദർ ഇസ് ആൻ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് വാരി ചെയ്യുന്നതിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം പ്രോഫിറ്റ് ആണല്ലോ പിന്നീട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നത്, ക്യാപിറ്റൽ സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് വൈ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് വാരീസ് ഡയറക്ട്ലി വിത്ത് ദി ലെവൽ ഓഫ് പ്രോഫിറ്റ്. ഇൻട്രസ്റ്റ് റേറ്റും ലെവൽ ഓഫ് പ്രോഫിറ്റും പിന്നീട് എന്ത് തീരുമാനിക്കും, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്കിനെ തീരുമാനിക്കും. ഈ ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിനെ ഡയറക്റ്റ് ആയിട്ടാണ് വാരി ചെയ്യുന്നത്. പ്രോഫിറ്റ് കൂടുന്തോറും ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുകയും പ്രോഫിറ്റ് കുറയും തോറും ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരൊക്കെയാണ്, ഇൻട്രസ്റ്റ് റേറ്റും ലെവൽ ഓഫ് പ്രോഫിറ്റും കൂടെ ചേർന്നിട്ടാണ്. For any particular level of profit, the higher the interest rate, the smaller will be the optimal capital stock and vice versa. പ്രോഫിറ്റ് ഏത് ലെവൽ ഓഫ് പ്രോഫിറ്റിലും ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആണെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും. കാരണം ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് ആരും ഇൻവെസ്റ്റ് നടത്തില്ല. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ്. കോസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് കുറയും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടുതൽ നടക്കില്ല, ക്യാപിറ്റൽ സ്റ്റോക്ക് കുറവായിരിക്കും. ഹയർ ദി ഇൻട്രസ്റ്റ് റേറ്റ്, ലോവർ വിൽ ബി ദി optimal capital stock, and if the lower the interest rate, the higher will be the optimal capital stock. ഇനി ഈ ഒരു കാര്യങ്ങൾ ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻട്രസ്റ്റ് റേറ്റും പ്രോഫിറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷനെ ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 5 പാർട്സ് ഉണ്ട്, A, B, C, D, E ഇങ്ങനെ 5 പാർട്സ് ഉണ്ട്. ഇവിടെ ഓരോന്നും തമ്മിലുള്ള റിലേഷനെ നമുക്ക് പാനൽ എയിൽ കാണിക്കുന്നത് Z എന്ന് പറയുന്ന ഈ കർവ്, പാനൽ എയിലുള്ള Z എന്ന് പറയുന്ന ഈ ഒരു കർവ് എന്തിനെ കാണിക്കുന്നത്, ടോട്ടൽ പ്രോഫിറ്റ്സ് എങ്ങനെ വാരി ചെയ്യുന്നു, ലെവൽ ഓഫ് ഇൻകത്തിനനുസരിച്ച്. X ആക്സിസിൽ ലെവൽ ഓഫ് ഇൻകവും Y ആക്സിസിൽ പ്രോഫിറ്റ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ലെവൽ ഓഫ് ഇൻകത്തിനനുസരിച്ച് പ്രോഫിറ്റ്സ് എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻകം കൂടുന്തോറും പ്രോഫിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ലെവൽ ഓഫ് ഇൻകം ആൻഡ് പ്രോഫിറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. Z എന്ന് പറയുന്നതാണ് എന്ത് കർവ്, ടോട്ടൽ പ്രോഫിറ്റ്സ് കർവ്. ഇൻകം കൂടുന്തോറും പ്രോഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. Y1 ഇൻകം ലെവൽ Y1 ആയ സമയത്ത് പ്രോഫിറ്റ്സ് P1 ആയിരുന്നു. ഇനി Y2 ആയിട്ട് ഇൻകം കൂടിയപ്പോൾ അല്ലെങ്കിൽ Y2 ആയിട്ട് ഇൻക്രീസ് ചെയ്ത സമയത്ത് പ്രോഫിറ്റ്സ് എന്ത് ചെയ്തു, P2 ആയിട്ട് കൂടി. അപ്പോൾ ഇൻകം കൂടുന്തോറും പ്രോഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഇനി പാനൽ ബി നോക്കാം. പാനൽ ബി എന്തിനാണ് കാണിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റും പ്രോഫിറ്റും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോഫിറ്റും ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും കൂടിയാണല്ലോ ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ക്യാപിറ്റൽ സ്റ്റോക്കും പ്രോഫിറ്റും കൂടെ എങ്ങനെയാണ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പാനൽ ബിയിൽ കാണിക്കുന്നത്. ഈ R എന്ന് പറയുന്നതാണ് എന്ത്, ഈ ഒരു റിലേഷൻ, പ്രോഫിറ്റും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നത്. ഇവിടെ P2 എന്ന് പറയുന്ന പ്രോഫിറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക് എത്രയായിരുന്നു, K2 ആണ് അല്ലേ. പ്രോഫിറ്റ്സ് P2 ആണ്, ക്യാപിറ്റൽ സ്റ്റോക്ക് K2 ആണ്. ഇനി ലോവർ ലെവൽ ഓഫ് P1 എന്ന് പറയുന്ന ലോവർ ലെവൽ പ്രോഫിറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാണ്,
ഇത്രയായിട്ടും ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിക്ലൈൻ ടു K1 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ ഈ P1ഉം ഇവിടെ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടെയാണ് എന്ത് തീരുമാനിച്ചത്, ക്യാപിറ്റൽ സ്റ്റോക്ക് തീരുമാനിച്ചത്. ഈ പ്രോഫിറ്റും ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റും കൂടിയിട്ടാണ് K2 എന്ന് പറയുന്ന ഹയർ ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്. ഇനി പാനൽ സി കാണിക്കുന്നത് MEC കർവിനെയാണ്. പാനൽ സിയിലെ MEC കർവിനെയാണ്. പ്രോഫിറ്റിൻ്റെ ഇൻക്രീസിങ് അനുസരിച്ച് MECയിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് 6% എന്താണ്, ഫിക്സ്ഡ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തില്ല, മാറ്റമില്ല. ആ സമയത്ത് P1 എന്ന് പറയുന്ന പ്രോഫിറ്റിലെ ക്യാപിറ്റൽ സ്റ്റോക്ക് K1 ആയിരുന്നു. ഇനി MEC2 ആയിട്ട് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തത് എപ്പോഴാണ്, പ്രോഫിറ്റ് P2 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു, K2 ആയിട്ട് ക്യാപിറ്റൽ സ്റ്റോക്ക് കൂടി. MEC എന്ത് ചെയ്തു, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു. ഇനി ഹയർ MEC കർവ് എന്ന് പറയുന്നത് MEC2 ആണല്ലേ, നമ്മുടെ P2 എന്ന് പറയുന്ന പ്രോഫിറ്റിലാണ് MEC2 ആയിട്ട് മാറിയതും K2 ആയിട്ട് പ്രോഫിറ്റ് ചേഞ്ച് സംഭവിച്ചു. സപ്പോസ് ദാറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ഈസ് P1, ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 6% ആൻഡ് ദി ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് K1. ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റോക്ക് K1 ആയിരുന്നു. ഏത് സമയത്ത്, P1 പ്രോഫിറ്റ് ആയ സമയത്ത്. പക്ഷേ P2 ആയിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് K2 ആയിട്ടും ഇൻക്രീസ് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, 6% തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയാണ് ജെയിംസ് ഡ്യൂസംബറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സലറേറ്റർ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ജെയിംസ് ഡ്യൂസംബറി ബേസിക്കലി ഇത് സിമ്പിൾ എക്സലറേറ്റർ തിയറിയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഡ്യൂസംബറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സലറേറ്റർ തിയറി എന്ന് പറയുന്നത് സിമ്പിൾ എക്സലറേറ്റർ തിയറിയുടെ എക്സ്റ്റൻഷനാണ്. മാത്രമല്ല സിമ്പിൾ എക്സലറേറ്റർ തിയറിയുടെ കൂടെ പ്രോഫിറ്റ് തിയറിനെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഡ്യൂസംബറി അദ്ദേഹത്തിൻ്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന 3 പ്രപ്പോസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 3 പ്രപ്പോസിഷൻസ്? ഫസ്റ്റ് വൺ, ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് എക്സീഡിങ് ഡിപ്രീസിയേഷൻ വെൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ഗ്രോസ്. ക്യാപിറ്റൽ സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, എക്സീഡ് ചെയ്യും. ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിപ്രീസിയേഷൻ. എപ്പോൾ, ക്യാപിറ്റൽ സ്റ്റോക്ക് ഗ്രോ ചെയ്യുമ്പോൾ. ക്യാപിറ്റൽ സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഗ്രോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ്റെ മുകളിൽ നിൽക്കുമെന്നുള്ളതാണ് ഫസ്റ്റ് പ്രപ്പോസിഷൻ. സെക്കൻഡ് പ്രപ്പോസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സീഡ് സേവിങ്സ് വെൻ ഇൻകം ഗ്രോസ്. ഇൻകം ഗ്രോ ചെയ്യുമ്പോൾ, ഇൻകം ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും സേവിങ്ങിനേക്കാൾ എക്സീഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുൻപന്തിയിൽ നിൽക്കും. ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും സേവിങ്സിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തിനേക്കാൾ, സേവിങ്സിനേക്കാൾ. ദെൻ ദി ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകം ആൻഡ് ദി ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആർ ഡിറ്റർമിൻഡ് എൻറ്റയർലി ബൈ ദി റേഷ്യോ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ടു ഇൻകം. ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകവും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, റേഷ്യോ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ടു ഇൻകം ആണ്. റേഷ്യോ ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻകവും തമ്മിലുള്ള റേഷ്യോയാണ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകവും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകവും ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, ക്യാപിറ്റൽ ഇൻകം റേഷ്യോയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ഡ്യൂസംബറിയുടെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകവുമായി റിലേറ്റഡ് ആണ്, ക്യാപിറ്റൽ സ്റ്റോക്കുമായിട്ട് റിലേറ്റഡ് ആണ്, പ്രോഫിറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ കൺസംഷൻ അലവൻസസുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിൻ്റെ എല്ലാം ഷോർട്ടായിട്ട് YK ദെൻ പൈ R എന്നുള്ളതാണ് ഷോർട്ട്. ഇൻകം Y, ക്യാപിറ്റൽ സ്റ്റോക്ക് K, പ്രോഫിറ്റ് പൈ, ക്യാപിറ്റൽ കൺസംഷൻ അലവൻസസ് 6. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നിൽക്കുന്നത്. ഇനി ഈ വേരിയബിൾസ് അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. ഇപ്പോൾ ഇൻകവും ക്യാപിറ്റൽ സ്റ്റോക്കും തമ്മിൽ റിലേറ്റഡ് അല്ല, ക്യാപിറ്റൽ സ്റ്റോക്കും പ്രോഫിറ്റും തമ്മിൽ റിലേറ്റഡ് അല്ല. ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, ഡിപ്പെൻഡഡ് അല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ ഓരോ വേരിയബിൾസിനെയും ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നോക്കാം, ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് I is equal to function of YT minus 1, KT minus 1, PyT minus 1 and RT. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 4 ഫാക്ടേഴ്സിൻ്റെയും ഫംഗ്ഷനാണ്. ഏതൊക്കെയാണ്, YT-1. T-1 എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡ് ആണ്. T എന്ന് പറയുന്നത് കറൻറ്റ് പീരീഡാണ്. YT-1 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇൻകം, പ്രീവിയസ് ലെവൽ ഓഫ് ഇൻകം. KT-1 പ്രീവിയസ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. PyT-1
പ്രീവിയസ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ആർ ടി എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ക്യാപിറ്റൽ കൺസംഷൻ അലവൻസസ്, പ്രസൻറ്റ് ലെവലിലെ ക്യാപിറ്റൽ കൺസംഷൻ അലവൻസസ്, ഇതിൻ്റെ എല്ലാം ഫംഗ്ഷൻ ആയിട്ടാണ് ആര് വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇനി നോക്കാം, ഡിസംബറീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ എക്സലറേറ്റഡ് പ്രിൻസിപ്പിൾ പ്രകാരം, മോഡിഫൈഡ് വേർഷൻ്റെ എക്സലറേറ്റഡ് പ്രിൻസിപ്പിളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ IT is equal to AYT minus 1 plus alpha YT minus 1 plus beta KT minus 1 എന്നുള്ളതാണ് ഡ്യൂസംബറിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. IT പ്രസൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് is equal to alpha YT minus 1 plus beta KT minus 1. Investment in period T is a function of income and capital stock of the previous പീരീഡ് എന്നുള്ളതാണ്. അദ്ദേഹം ഷോർട്ടായിട്ട് ഇൻകത്തിൻ്റെയും ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. പാരാമീറ്റർ ആൽഫ, അല്ലെ, ആൽഫ എന്ന് പറയുന്ന ഈ പാരാമീറ്റർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷനെയാണ് ആൽഫ കാണിക്കുന്നത്. ഇനി ബീറ്റ, പാരാമീറ്റർ ബീറ്റ എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻഫ്ലുവൻസ് ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷനെയാണ് ബീറ്റ കാണിക്കുന്നത്. ഇൻകവും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷനെയാണ് ആൽഫ കാണിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയാണ് ടോബിൻസ് ക്യൂ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ജെയിംസ് ടോബിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തിയറിയാണ് അദ്ദേഹത്തിൻ്റെ ക്യൂ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഒരു ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസും തമ്മിലൊരു ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്, ഷെയർസിൻ്റെയൊക്കെ പ്രൈസസിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും തമ്മിൽ, ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. When a firm finances its capital for investment by issuing shares in the stock market, its share prices reflect the investment decision of the firm. അതാണ് ഈ ഒരു ലിങ്കിന് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയ ഫിനാൻസസ് നടത്തുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നത് എങ്ങനെയാണ്? ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്നും ഫിനാൻസ് കണ്ടെത്തിയിട്ടാണ് എന്ത് നടത്തുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മളെ ക്യാപിറ്റലിനെ ഫിനാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതോടും ക്യാപിറ്റൽ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയും ഈ ഒരു ഷെയർസിൻ്റെ പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു ഫ്ലക്ച്വേഷന് കാണപ്പെടാൻ കഴിയുകയും ചെയ്യും. എന്താ വെച്ചാൽ ക്യാപിറ്റൽ, നമ്മൾ പുതുതായിട്ടൊരു ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിനുള്ള പണം നമ്മൾ കണ്ടെത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയർസ് മെയിൻലി ഇഷ്യൂ ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ടോബിൻ്റെ വാദം. അങ്ങനെ ഡിമാൻഡിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിമാൻഡ് കൂടുന്തോറും സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസിൽ എന്ത് വരുന്നു? ഫ്ലക്ച്വേഷൻസ് വരുന്നു. ഇങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസും തമ്മിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസും തമ്മിൽ ലിങ്ക് ഉണ്ടെന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. അതെങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തേണ്ടി വരുമ്പോൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ അതിനുള്ള ഫിനാൻസ് കണ്ടെത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ്. ഇങ്ങനെ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിൻ്റെ പ്രൈസിൽ വലിയ മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു റേഷ്യോ, ടോബിൻ്റെ ക്യൂ റേഷ്യോ എന്താണെന്ന് നോക്കാം. ക്യൂ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് ടോബിൻ്റെ ക്യൂ റേഷ്യോ. മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതേസമയം ഡിനോമിനേറ്ററിൽ കാണുന്ന റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഇന്നത്തെ പ്രൈസിൽ, ടുഡേസ് പ്രൈസിൽ ഇന്നത്തെ എക്സിസ്റ്റിംഗ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ സ്റ്റോക്കിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോമിനേറ്ററിൽ കാണുന്നത് ആക്ച്വലി മാർക്കറ്റിലുള്ള അതിൻ്റെ ഷെയർ മാർക്കറ്റിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ ആണ്. ദെൻ ടുഡേസ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ് എന്നുള്ളതാണ് താഴെ ഡിനോമിനേറ്ററിൽ കാണിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടെ റേഷ്യോനെ കമ്പയർ ചെയ്തിട്ടാണ് ടോബിൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ടോബിന്
ഇങ്ങനെയാണ് റിപ്ലേസ്മെന്റ് കോസ്റ്റിനെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റിന്റെ വാല്യൂനെയും കമ്പയർ ചെയ്തിട്ട് അതിന്റെ റേഷ്യോ എടുത്തിട്ട് അതിൽ നിന്നും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യൂ റേഷ്യോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് ക്യൂ റേഷ്യോ 1ൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷനും ക്യൂ റേഷ്യോ 1ൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷനുമായിരിക്കും ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കേണ്ടത്. അപ്പം ക്യൂ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇക്വേഷനിൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നോക്കുമ്പോൾ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ആ ക്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂ കൂടുതലാണ് എന്നുള്ളതാണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് ഷെയർസിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വാല്യൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കും. കൂടുതൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുകയും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയം ക്യൂ റേഷ്യോ is less than 1, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് is less than is റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് എന്ത് കൂടുതൽ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യില്ല, നമ്മുടെ ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഒന്നും തന്നെ എടുക്കില്ല. എന്ത് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എല്ലാം എന്ത് ചെയ്യും, അവിടെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.